ഹക്കൂസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വമായ സ്വാഗതം. കള്ളൻ വിജയൻ എന്ന ഒരു സംജ്ഞയാണിപ്പം കേരളത്തിനെ മതിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കള്ളൻ വിജയൻ എന്നുള്ള പേര് ദേശാഭിമാനി എന്ന പാഠ്യപത്രത്തിൻ്റെ എഡിറ്ററുടെ പണി പോകാൻ വരെ ഇപ്പോൾ കാരണമായിരിക്കുകയാണ്. അപ്പോൾ കള്ളന്മാർക്കും മൊത്തം ഒരു നാണക്കേടായി മാറി. കള്ളനേതാ, മറ്റേ രാഷ്ട്രീയ നേതാവേതാ ഒന്നും അറിയാൻ മേലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് മലയാളി കടന്നു പോകുന്നത്. കള്ളനെന്ന് വിളിച്ചാൽ ആർക്കൊക്കെയാണത് കൊള്ളുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല. ഇപ്പോൾ മറ്റേ വിജയനെന്ന് പേരുള്ള എല്ലാവരും കള്ളന്മാരാണോ, കള്ളനെന്ന് എല്ലാ കള്ളന്മാരും വിജയന്മാരാണോ, ഇങ്ങനെ 100,000 ചോദ്യങ്ങളാണ് ഇപ്പം മലയാളികളുടെ മുന്നിലുള്ളത്. അപ്പം മറ്റേ പാർട്ടി CPMകാർ തന്നെ തീരുമാനിക്കുകയാണ് കള്ളൻ വിജയനെന്ന് ആരും പറയരുത്, കള്ളൻ വിജയനെന്ന് പറഞ്ഞാൽ അത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് അവർ തന്നെ അങ്ങ് തീരുമാനിച്ച മട്ടാണ്. അപ്പോൾ അതേ ചൊല്ലിയുള്ള വാഗ്വാദത്തിൻ്റെ ഒടുവിലാണ് ഈ മറ്റേ CPM മുഖപത്രം വാരാന്ത്യപ്പതിപ്പില്ലാതെ ആദ്യമായിട്ട് ഇറങ്ങിയതും, എന്നിട്ട് നമ്മുടെയൊക്കെ ഈ അതിൻ്റെ പത്രത്തിൻ്റെ റെസിഡൻറ്റ് എഡിറ്റർ വന്ന് പച്ചയ്ക്ക് പറഞ്ഞത് അങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല, ഇവിടെ പത്രത്തിൽ പ്രസ്സിൻ്റെ തകരാറ് കാരണമാണ് പത്രം ഇറങ്ങാഞ്ഞത്, അല്ലാണ്ട് എഡിറ്റോറിയൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ പിറ്റേ ദിവസം തന്നെ ഇപ്പോൾ എഡിറ്ററുടെ അടുക്കെ വിശദീകരണം ആവശ്യപ്പെട്ടു. എഡിറ്ററെ ഇപ്പോൾ പുറത്താക്കി, എഡിറ്ററുടെ റൂം പൂട്ടി, പുതിയൊരു എഡിറ്ററെ വെച്ചു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ കള്ളന്മാർക്ക് പോലും ഇപ്പോൾ ഒരു നാണക്കേടായിട്ട് മാറിയിരിക്കുക. മറ്റേ രാഷ്ട്രീയക്കാർക്കും കള്ളന്മാർക്കും ഒക്കെ ഒരു മോശപ്പേരായി മാറിയിരിക്കുന്നു. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിട്ട് ഒരു കള്ളൻ്റെ വീക്ഷണത്തിലൂടെയുള്ള ഒരു കാർട്ടൂണാണ് ഇന്നുള്ളത്. രാഷ്ട്രീയക്കാരുടെ ഒന്നും ഫേസൊന്നും ഇതിനകത്തില്ല, പക്ഷേ ജസ്റ്റ് ഒരു കള്ളൻ്റെ വിചാരമാണ്. ആ കാർട്ടൂണിലേക്ക് നമുക്ക് കടക്കാം. എല്ലാ പ്രേക്ഷകർക്കും കാർട്ടൂണിൻ്റെ വരയിലോട്ട് സ്വാഗതം. ഇത്തവണ റഫ് കാണിച്ചിട്ടില്ല, വെറുതെ അത്ര സമയം കൂടെ കളയേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് കാർട്ടൂണിലോട്ട് തന്നെ നേരിട്ട് കിടക്കാം. ഒരു കള്ളനും അദ്ദേഹത്തിൻ്റെ ശിഷ്യനുമാണ് ഇവരുടെ ഈ മറ്റേ കള്ളന്മാരുടെ ഒരു കേന്ദ്രത്തിൽ ഇരിക്കുകയാണ്. ഈ കള്ളന്മാർക്ക് പൊതുവെ ഒരു കോസ്റ്റ്യൂം ഈ കാർട്ടൂണിസ്റ്റുകൾ കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. അത് ഈ മറ്റേ കുറുവനെയുള്ള കറുത്ത വരയുള്ള ഈ ടീഷർട്ടാണ് ഇവർക്ക് പൊതുവെ കൊടുത്തു വരുന്നത്. അതുപോലെ തന്നെ കറുത്ത ഈ കണ്ണട, അതാണ് ഈ കള്ളന്മാരുടെ ഒരു പൊതുവെയുള്ള കോസ്റ്റ്യൂം. ഇപ്പോഴത്തെ കള്ളന്മാർക്ക് ആ കോസ്റ്റ്യൂമൊന്നും ബാധകമല്ല. ഇപ്പം നല്ല വെള്ളയും ഇട്ട് നല്ല സിമ്പിള കുട്ടപ്പന്മാരായിട്ട് വലിയ വില കൂടിയ കാറിൽ മറ്റേ സേവകരുടെ അകമ്പടിയോടുകൂടിയൊക്കെയാണ് കള്ളന്മാർ എഴുന്നള്ളുന്നത്. പക്ഷേ പഴയ രീതിയിലുള്ള ഒരു കള്ളൻ്റെ കോസ്റ്റ്യൂമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പോഴത്തെ പുതിയ ന്യൂ ജനറേഷൻ കള്ളനല്ല. ഇത് അഭിമുഖത്തിന് വന്ന ഒരു പത്രക്കാരനാണ്.
ഇത് എൻ്റെ പാർട്ടി അല്ല കള്ളൻ്റെ ഡയലോഗാണ്. ഇതാണ് അതിൻ്റെ പ്രധാനം. പാർട്ടി പത്രത്തിൽ നിന്നാണോ? അഭിമുഖത്തിന് ഞാനില്ല എന്ന് അദ്ദേഹം പറയാം. ഈ കള്ളന്മാരുടെയൊക്കെ ഒന്ന് അഭിമുഖം മേടിച്ചിട്ട് ഇവർ കൊടുക്കത്തില്ല. ഇവർ പാർട്ടി തമിഴത്തിൽ ഉണ്ടാക്കിയിട്ട് പിന്നെ ആ എഡിറ്ററെ മാറ്റുക ഇതെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ കള്ളന്മാരെ തന്നെ നാണം കെടുത്തുന്ന ഏർപ്പാടാണല്ലോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ കള്ളൻ്റെ കോസ്റ്റ്യൂം. ഇതാണ് ടീഷർട്ടാണ്. അതിങ്ങനെ കുറുകനെ വരെയുള്ള കറുത്ത വരെയുള്ള ടീഷർട്ട്. ഇത് കാർട്ടൂണിസ്റ്റുകൾ കൽപ്പിച്ച് നൽകിയിരിക്കുന്ന ഒരു മറ്റേ യൂണിഫോമാണ്. ഇപ്പോൾ അതിനെന്തോന്നൊക്കെ വ്യത്യാസമാണ്. കാർട്ടൂണിൻ്റെ ഫൈനലാണ് ഇത് ഈ കാണുന്നത്. അതിൻ്റെ കളർ വേർഷനാണ് ഇത്.